ഉത്തർപ്രദേശ് ബി.ജെ.പിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് എതിരായ പടയൊരുക്കത്തിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആണെന്ന വികാരം ബി.ജെ.പിയിൽ ശക്തമാവുകയാണ്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് തന്റെ പേര് മാത്രം ഉത്തരമായി കേൾക്കാൻ ആഗ്രഹിക്കുന്ന നേതാവാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന ആദിത്യനാഥിന്റെ അനുയായികളിൽ മുറുമുറുപ്പ് തുടരുന്നു. ഈ സാഹചര്യത്തിൽ ഉത്തർപ്രദേശിലെ അസ്വാരസ്യങ്ങൾ കേന്ദ്രത്തിലേക്ക് കൂടി കത്തിപ്പടരുകയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുണ്ടായ കനത്ത തിരിച്ചടിക്ക് കാരണം ആദിത്യനാഥിന്റെ മോശം ശൈലിയാണെന്ന് തുറന്നടിച്ച ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം പട ഒരുക്കം തുടങ്ങിക്കഴിഞ്ഞു. പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. ഈ ഘട്ടത്തിലാണ് ഇന്ന് ലക്നൌവിൽ ബി.ജെ.പി RSS സംയുക്ത യോഗം ചേരുന്നത്. 2 ദിവസത്തെ യോഗത്തിൽ ആദിത്യനാഥും മൗര്യയും പങ്കെടുക്കും. പ്രശ്നപരിഹാരത്തിന് RSS ഇടപെടും എന്നാണ് സൂചന. എന്തായാലും 10 നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ആദിത്യനാഥിന് വളരെ നിർണായകം തന്നെ. ആദിത്യനാഥിന്റെ ഇടപെടലുകൾക്കെതിരെ ചോദ്യമുയരുന്നതിനിടെയാണ് കൻവർ യാത്രയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും ദേശീയ തലത്തിൽ വിവാദമായത്. കാവടി ഘോഷയാത്ര കടന്നുപോകുന്ന വഴികളിലെ ഭക്ഷണശാലകളിൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണം എന്നാണ് UP സർക്കാരിന്റെ നിർദ്ദേശം. ഈ വഴിയിൽ ഹലാൽ മുദ്രയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വിമർശനം ശക്തമായതോടെ ഏകപക്ഷീയമായ നിയന്ത്രണം അംഗീകരിക്കാനാകില്ല എന്ന് JDUവും RLDയും LJPയും ഉൾപ്പെടെയുള്ള NDA ഘടകകക്ഷികൾ നിലപാട് വ്യക്തമാക്കി. എന്നാൽ നിയന്ത്രണം പിൻവലിക്കില്ല എന്ന പിടിവാശിയിൽ ആദിത്യനാഥ് നിന്നു. തന്റെ ശൈലിക്കെതിരെ ബി.ജെ.പിക്കുള്ളിൽ വിമർശനം ഉയരുന്ന പശ്ചാത്തലത്തിൽ ശൈലി മാറ്റാൻ തയ്യാറല്ല എന്ന പരസ്യ പ്രഖ്യാപനമായിരുന്നു ആദിത്യനാഥിന്റെ ഭാഗത്തുനിന്നും വന്നത്. അമിത്ഷായുടെ തലയണ മന്ത്രത്തിൽ മോദി വീണാൽ ഉറപ്പായും യോഗി മുഖ്യമന്ത്രി കസേരയിൽ നിന്നും തെറിക്കും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഭരണം കിട്ടിയിട്ടും പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാനുള്ള പിടാപ്പാടിലാണ് ബി.ജെ.പി.